അടുത്തത് വൃശ്ചിക കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴവും തൃക്കേട്ടയും ചേർന്ന ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികക്കൂറ്. ബന്ധങ്ങളിൽ കുടുംബപരമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സുഹൃത്ത് ബന്ധത്തിലോ ഒക്കെ കൂടുതൽ ഒരു ഉറപ്പ് അവർക്കുണ്ടാകും. അവർക്ക് ആ ഒരു സൗഹൃദവും അതുമൂലമുള്ള സന്തോഷവും വർദ്ധിക്കുന്ന ഒരു സമയമാണ്. 7-ൽ ആണ് ശുക്രൻ ആയതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലോ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിലും ഒക്കെ കൂടുതൽ സൗഖ്യം ഉണ്ടാവും. അഥവാ അങ്ങനെ വിഘടിച്ചു നിൽക്കുന്നവർക്ക് പരസ്പരം യോജിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഒരുങ്ങുന്നതാണ്. പങ്കാളിത്തത്തോടുകൂടി പാർട്ട്ണർഷിപ്പിൽ മുതലായിട്ടുള്ള അങ്ങനെയുള്ള ബിസിനസ്സും മറ്റുമൊക്കെ ചെയ്യുന്നവർക്കും പല നേട്ടങ്ങളും ഉണ്ടാകും. വിദേശ ബന്ധങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാകും. വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ആരോഗ്യപരമായിട്ടും ഇവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല. ആരോഗ്യം പൊതുവേ ശരീരസുഖം അനുഭവിക്കേണ്ട കാലമാണ്. ഇവർക്ക് ശിവഭജനവും അതുപോലെ തന്നെ ഹനുമാനെ ഭജിക്കുന്നതും വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോവുക, വഴിപാട് നടത്തുക, അല്ലെങ്കിൽ ഹനുമാൻ ചാലിസ മുതലായിട്ടുള്ള ജപിക്കുക, പഞ്ചാക്ഷരം ജപിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ദുരിതത്തിൽ നിന്ന് ഉള്ള മോചനത്തിന് ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്.